വീണ്ടും പുഷ്പനെ അറിയാമോ എന്ന ഗാനം ആലപിച്ച് ചേപ്പാട് വെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലും ഉത്സവത്തിന്റെ നിറം കെടുത്തി CPM. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രത്തിലാണ് CPMന്റെ ഈ തോന്നിയവാസം അരങ്ങേറിയിരിക്കുന്നത്. ഉത്സവങ്ങൾ നടക്കുന്ന പരിപാടികളുടെ ശോഭ കെടുത്തി അവിടെ പാർട്ടി പരിപാടിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് സഖാക്കൾ ഇപ്പോൾ ശ്രമം നടത്തിവരുന്നത്. ക്ഷേത്രത്തിലെ മൂന്നാം ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേളയ്ക്കിടയിലാണ് CPM അനുകൂല ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലും ഇതുപോലെ സമാനമായ പുഷ്പനെ അറിയാമോ എന്ന ഗാനവും CPM അനുകൂല കൊടികളും കാണിച്ചത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. അതേസമയം മൂന്നാം ഉത്സവ കമ്മിറ്റി CPM നിയന്ത്രണത്തിലാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അവരാണ് CPM വേദികളിൽ പാട്ടുകൾ പാടുന്ന പാട്ടുകാരന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വേദിയൊരുക്കിയതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ക്ഷേത്ര അങ്കണത്തിൽ തന്നെ സജ്ജീകരിച്ചിരുന്ന സ്റ്റേജിൽ നടന്ന പരിപാടിയിൽ ലാൽ സലാം എന്ന് തുടങ്ങുന്ന ഗാനം ഉൾപ്പെടെ നിരവധി CPM ഗാനങ്ങളാണ് പാടിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. സദസ്സിൽ ഉണ്ടായിരുന്നവർ ആവശ്യപ്പെട്ടിട്ട് എന്ന വ്യാജേന പുഷ്പനെ അറിയാമോ എന്ന പാട്ടും ഇയാൾ പാടുകയായിരുന്നു. ഇവയുൾപ്പെടെ തന്നെ നിരവധി പാട്ടുഗാനങ്ങളാണ് ഇയാൾ അവിടെ അവതരിപ്പിച്ചത്. ക്ഷേത്ര അങ്കണത്തിൽ തന്നെ സജ്ജീകരിച്ചിരുന്ന സ്റ്റേജിൽ ഇരുന്ന് പാടുമ്പോൾ അതേതാണ്ട് ദേവി പ്രതിഷ്ഠയ്ക്ക് നേരെയായിരുന്നു വരിക. ഗസൽ ഗായകൻ എന്ന ലേബലിലാണ് പാർട്ടി പാട്ടുകൾ പാടുന്ന ആളെ വെട്ടിക്കുളങ്ങരയിലും അവതരിപ്പിച്ചിരിക്കുന്നത്. CPM അനുഭാവമുള്ളവർ ചേർന്നുകൊണ്ട് രൂപം കൊടുത്ത കേളി സാംസ്കാരിക വേദി എന്ന നിഴൽ സംഘടനയായിരുന്നു വെട്ടിക്കുളങ്ങര മൂന്നാം ഉത്സവത്തിന്റെ സംഘാടകർ. ഓണാട്ടുകരയിലെ ഏറ്റവും പ്രശസ്തിയാർജിച്ച ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഹരിപ്പാടിനടുത്ത് ചേപ്പാട് മേജർ വെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. ഉത്സവകാലത്ത് കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങളിൽ ചുവപ്പ് രാഷ്ട്രീയം കലർന്ന CPM നിലപാടിനെതിരെ അതാത് പ്രദേശങ്ങളിലെ ജനങ്ങൾ തന്നെ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതേസമയം കടയ്ക്കലിൽ നടന്ന സമാനമായ സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റായ P. പ്രശാന്ത് രംഗത്ത് വന്നതും. ഈ സംഭവം ദേവസ്വം ബോർഡ് വിജിലൻസ് അന്വേഷിക്കുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയതും. ഒരു പാർട്ടിയുടെയും ചിഹ്നങ്ങളോ കൊടിയോ ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് വ്യക്തമായ ഹൈക്കോടതി വിധി ഉണ്ടെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എല്ലാ ക്ഷേത്രങ്ങൾക്കും സർക്കുലർ നൽകിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് രാഷ്ട്രീയമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയോ പരിപാടിയോ ദേവസ്വങ്ങളിൽ പാടില്ലെന്നാണ് സർക്കാരിന്റെയും കോടതിയുടെയും നിലപാട്. അത് കൃത്യമായി നടപ്പാക്കിയാൽ മാത്രമേ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകൂ എന്നതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഉപദേശക സമിതികളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ആചാരങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ടതുമാണ്. കടയ്ക്കലിൽ ഉത്സവം നടത്തിയ ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് അറിഞ്ഞതെന്നും വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരെ വിളിച്ച് ഉപദേശക സമിതിക്ക് നോട്ടീസ് കൊടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം വിജിലൻസിനെ അന്വേഷണത്തിന് നിയോഗിച്ചു. അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായാൽ നടപടി സ്വീകരിക്കുമെന്നും അതുപോലെ തന്നെ പെരുമ്പാവൂരിലെ ക്ഷേത്രത്തിൽ RSSന്റെ ഡ്രിൽ നടക്കുന്നുവെന്ന വിജിലൻസിന്റെ റിപ്പോർട്ട് കിട്ടിയിരുന്നു. അവിടെയും സമാനമായ നിലപാടാണ് എടുത്തതെന്നും 19-ന് തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് യോഗം ചേരുമ്പോൾ പ്രത്യേക അജണ്ടയായി വിഷയം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രചരണത്തിന് ക്ഷേത്രങ്ങളെ വേദിയാക്കരുത് എന്ന ഹൈക്കോടതി വിധിയെ അവഗണിച്ചുകൊണ്ടായിരുന്നു DYFI സിന്ദാബാദ്, പുഷ്പനെ അറിയാമോ, ലാൽ സലാം തുടങ്ങിയ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രചരണ ഗാനങ്ങൾ കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ അവതരിപ്പിച്ചതും. ഇപ്പോൾ വെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലും സമാനമായ രീതിയിൽ തന്നെയാണ് പാട്ടുകൾ അവതരിപ്പിച്ചിരിക്കുന്നതും. DYFI CPM പാർട്ടി ചിഹ്നങ്ങളും കൊടികളും പ്രദർശിപ്പിച്ചുകൊണ്ട് വിപ്ലവ ഗാനങ്ങൾ ആലപിച്ച് ഗാനമേള നടത്തിയതിനെതിരെ ശക്തമായ വിമർശനം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉയർത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.